ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, sir. ഹായ്, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ ആണോ? Okay. ഇത് യൂട്യൂബിൽ വരും, ഓക്കെ ആണോ? വോയിസ് ഒന്നും കൂടെ ക്ലിയർ ആക്കുക. വല്ല ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ഡിവൈസ് യൂസ് ചെയ്യണം, ജസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ് ആൻഡ് സ്പീക്ക് ഡയറക്ട്ലി. Okay, sir. ഓക്കെ. പിന്നെ സാറിന് വിളിക്കരുത്, സെൻസൈന്ന് വിളിക്കുക. സാർ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്കാണ്. ഐ എം നോട്ട് എ സർ, ജസ്റ്റ് കോൾ മീ മൈ നെയിം, ഓക്കെ? റൈറ്റ്. Sorry, Sensi. ഓക്കെ, സോ ടെൽ മീ, ഇത് വേറെ ആരെ കുറിച്ചാണോ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചാണോ? എന്നെ കുറിച്ചാണ്. ഓക്കെ, ഗ്രേറ്റ്. സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണോ? Yes, of course, കഴിവുണ്ട്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സോ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഐ എം ജസ്റ്റ് ഗോണ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ഇസ് ദാറ്റ് ഓക്കെ? Okay. റൈറ്റ്. എന്താണ് എന്താണ് plan കിട്ടാനാ. സോറി, എന്തായിരുന്നു? എനിക്കൊരു കറക്റ്റ് പ്ലാൻ വേണം. ഓക്കെ, പ്ലാൻ വേണം അല്ലേ? എന്തിന് പ്ലാൻ ആണ്? ബിസിനസ് ആണോ അല്ലെങ്കിൽ വാട്ട് പ്ലാൻ? ലൈഫ് പ്ലാൻ ആണോ? അല്ല, എനിക്കൊരു വലിയൊരു എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ട്. എക്സാമോ? ഓക്കെ. ഞാൻ ബാക്ക് ബെഞ്ചർ കേട്ടോ. തെറ്റായിട്ടുള്ള ആളോടാ ചോദിക്കണത്. ഏറ്റവും തീരെ പഠിക്കാത്ത, ക്ലാസ്സിൽ പഠിക്കാത്ത ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള സ്റ്റുഡൻ്റാണ് ഞാൻ. 4 വേണ്ട, ഞാൻ നോക്കട്ടെ. കാരണം എനിക്ക് എൻ്റെ അടുത്ത് ഉത്തരവൊന്നും ചോദ്യം ചോദിക്കാമല്ലോ. ചോദിച്ചു. ഓക്കെ, എന്ത് എക്സാമാ? എന്ത് എക്സാം ആയിരുന്നു? അത് CA ഫൈനൽ എക്സാം ആണ്. സോറി, വൺസ് അഗൈൻ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫൈനൽ എക്സാം. ഓക്കെ, CA ഫൈനൽ എക്സാം. ഓക്കെ, റൈറ്റ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അപ്പൊ ഞാൻ എക്സാമിന് എലിജിബിൾ ആയി 2 years ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എൻ്റെ ഒരു ബ്രദർ ഉണ്ട്. അവന് പഠിക്കാൻ ഭയങ്കര വീക്ക് ആയതുകൊണ്ട് ഞാൻ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഇയർ മുഴുവൻ അവന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അതിന്റെ ഇടയിൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിരുന്നു, ബട്ട് എനിക്ക് പറ്റിയില്ല. എൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു കൈൻഡ് ആളാണ്. എല്ലാവരോടും ഒരു ഭയങ്കര പാവം അങ്ങനെ തോന്നണം, എല്ലാവരും ജയിക്കണം, എല്ലാവരും മുന്നേറണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ. പിന്നെ ഈ ഇയറിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോ എൻ്റെ മദർ-ഇൻ-ലോ അത്യാവശ്യം ഏജുള്ള ഒരാളാണ്. പഠിക്കാൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ബ്യൂട്ടിഫുൾ. ഓക്കെ. അപ്പൊ എനിക്ക് വീട്ടിൽ ഞാനും മദർ-ഇൻ-ലോ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് പുറത്താണ്. അപ്പൊ എനിക്ക് വീട്ടിലെ ജോലികളുടെ ഇടയിൽ ഇപ്പൊ പഠിക്കണം. പണ്ട് ഞാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് ഞാൻ ഒരുപാട് കാലം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആയി കിട്ടുന്നില്ല. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടയേർഡ് ആവാം. ഈ ഒരു എക്സാമിന് വേണ്ടിട്ട് 1 day നമ്മൾ 16 hours ഒക്കെ പഠിക്കണം. അപ്പൊ ഉമ്മ പണിയൊക്കെ എടുക്കും, പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ ഉമ്മ പാടത്ത് അമ്മ ക്ഷീണിക്കൂലേ, അവിടെ വേദന വരൂല, എനിക്ക് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വരും മനസ്സിൽ. അപ്പൊ ഈ ഒരു കൈൻഡ്നെസ് സ്വഭാവം ഞാൻ ഇങ്ങനെ ഒഴിവാക്കും, എന്നിട്ട് ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. ഓക്കെ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണതിന് മുമ്പ് ക്യാബിൻ ക്രൂ ഉണ്ടല്ലോ, എയറോസ്റ്റസ് എന്നൊക്കെ പറയണത്, അവർ വന്നിട്ട് കുറേ ഡാൻസ് കളിക്കും, കണ്ടിട്ടുണ്ടോ? അവരെ പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ഞാൻ. ഓക്കെ, അവർ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിലൊന്ന് പറയില്ല, എന്താണ് പ്രഷർ ഡൗൺ ആയി കഴിഞ്ഞാൽ, എയർക്രാഫ്റ്റിൽ പ്രഷർ ഡൗൺ ആയി കഴിഞ്ഞാൽ ഓവർഹെഡ് ബിൻ എന്ന് ആ മാസ്ക് താഴെ വരും. താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിക്ക് ആദ്യം ഇട്ട് കൊടുക്കണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? കാരണം കുട്ടി കൈൻഡ് അല്ല, നമ്മൾ കൈൻഡ്നെസ് അല്ലേ ഇവിടെ കാണുന്നത്. അപ്പൊ കുട്ടിക്ക് ആദ്യം ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇടാം, ശരിയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ പറയല്. ഒരു പറഞ്ഞ അങ്ങനെ ചേരുന്ന പറയല്. ഒരു പറഞ്ഞ ഒരിക്കലും അത് ചെയ്യരുത്, ആദ്യം സ്വന്തം ഇടാം, എന്നിട്ടേ കുട്ടിക്ക് ഇടാൻ പാടുള്ളൂ.
നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിലല്ലേ കുട്ടീനെ കാക്കാൻ പറ്റുള്ളൂ. യു വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ചൈൽഡ് ഓൺലി വെൻ യു ഹാവ് ഗോട്ട് ദ സ്ട്രെങ്ത്. ഇസ് ദാറ്റ് റൈറ്റ്? അപ്പോൾ ഇവിടെ ബ്രദറിന്റെ കേസ് എടുക്കാം. നിങ്ങൾ സ്ട്രോങ് ആയിട്ടില്ല. ബിഫോർ യു ബിക്കെയിം സ്ട്രോങ് യു സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് യുവർ ബ്രദർ. ഇസ് ദാറ്റ് കറക്റ്റ്? സോ അവന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അവനൊരു എക്സാം എഴുതാൻ നിൽക്കുന്നു, അവന്റെ 10th എക്സാം. അപ്പൊ അവൻ ഫെയിൽ ആവോ എന്നുള്ളൊരു പേടി എനിക്ക്, കാരണം ആ ഇയർ ഫുള്ള് അവനെ പഠിപ്പിച്ച് അങ്ങനെ അവൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. പക്ഷെ നിങ്ങൾക്ക് എന്താ പറ്റിയപ്പോ? അപ്പോൾ എന്റെ ഒരു ഇയർ അവിടെ ഗ്യാപ്പ് വന്നു, ഇയർ ഗ്യാപ്പ് വന്നു. ഇപ്പോ 2 വർഷത്തെ ഇയർ ഗ്യാപ്പ് ഇപ്പൊ എനിക്ക് വന്നു. ആ ഒരു വർഷം അത് എത്ര വർഷം മുമ്പായിരുന്നു? അത് ഈ മാർച്ചിലെത്താത്തതിന് മുമ്പത്തെ മാർച്ച്. ഓക്കെ, ലെറ്റ്സ് സേ വീണ്ടും നമ്മൾ ആ പഴയതിലേക്ക് ഇപ്പം പോകുന്നു വിചാരിക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ സാധാരണ ആരും കൊണ്ടുവരില്ല. ഓക്കെ, കോച്ചിങ്ങിൽ അങ്ങനെ ബാക്കിലേക്ക് പോകാറില്ല. പക്ഷെ ലെറ്റ് മീ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ. ഒന്നും കൂടെ പോയി എന്ന് വിചാരിക്കാം. അപ്പം മനസ്സിലായി, അനിയനായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം പോവും. 1 or 2 years യു ആർ ഗോയിങ് ടു ലൂസ് ദാറ്റ് 1 or 2 years. അത് കറക്റ്റായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു വ്യത്യസ്ത സ്ട്രാറ്റജി ഇപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും വ്യത്യസ്ത സ്ട്രാറ്റജി? കഴിഞ്ഞ വർഷത്തെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തപ്പം വർഷം പോയി കിട്ടി. സോ യു ചേഞ്ച് യുവർ സ്ട്രാറ്റജി. സോ വാട്ട് വുഡ് ബി യുവർ ന്യൂ സ്ട്രാറ്റജി? മൈ സ്ട്രാറ്റജി അവനെ പഠിപ്പിക്കുകയില്ല, എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ഇതിലെത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മദറിനോട് എൻ്റെ അടുത്തേക്ക് വരാം. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ രാവിലെ എണീച്ചൊരു വീട്ടില് സാധാ ഒരു പണികൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ അത്യാവശ്യം നമുക്ക് തോട്ടം, ഫാം ഇതൊക്കെ ഉണ്ട്, അഗ്രികൾച്ചർ. അപ്പൊ ഞാൻ ഉമ്മന്റെ കൂടെ ഉമ്മനെ അതിനെ സഹായിക്കും. ഒരു 2 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്? എന്താ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്? ഒരു 2 വർഷം കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്റെ ഈ ഒരു, ഞാൻ CA ഇന്റർ ആയിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് ഫൈനൽ ഒരിക്കലും ക്വാളിഫൈ ചെയ്യാൻ പറ്റൂല. ഞാൻ എന്റെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പോവുകയാണെങ്കിൽ. അത് നല്ലതാണ്. അത് 10 വർഷം കഴിഞ്ഞാൽ ദുഃഖിക്കോ? ഒരുപാട് ദുഃഖിക്കും, ഭയങ്കര ഉണ്ടാവില്ലേ? അപ്പം അതിന് ഏറ്റവും നല്ല ടൈം ഇപ്പോഴല്ലേ? ഇപ്പോഴാണ്. ഉറപ്പല്ലേ? ഉറപ്പാണ്. 0 to 10 എത്ര % അംഗീകരിക്കേണ്ടത്? ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. rather than regretting. 100%. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് ആണോ? Yes, of course. What about your mother-in-law? Mother-in-law also supported her. Okay, അപ്പോൾ നോക്കേണ്ടത്, is there any other, now I'm going to challenge you, okay, is there any other way that someone can help your mother-in-law so that you get the free time to do your studies? നമ്മളൊരു സർവന്റിനെ വെക്കേണ്ടി വരും. നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ല, നിങ്ങൾ കാര്യം നടക്കില്ല വേണ്ടുള്ളൂ. കാര്യം നടക്കാതെ ചിലപ്പോൾ മദർ-ഇൻ-ലോനെ ഹെൽപ്പ് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും, ഫിസിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു തോട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞു, അഗ്രികൾച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് ഒരു ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടിയില്ലേ? ആ ഫ്രീ ടൈം നിങ്ങൾ ഒരു ആൾക്ക് ലെറ്റ്സ് സേ നിങ്ങൾ 10,000 രൂപ കൊടുക്കുന്നു വിചാരിക്കാം, മാസം കൊടുക്കുന്നു വിചാരിക്കാം. എത്ര എന്നാ എക്സാം വരുന്നത്? നെക്സ്റ്റ് ജൂൺ. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ജസ്റ്റ് 7 months അല്ലേ? ഒരു 10,000 വെച്ച് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ 70,000 ആവണുള്ളൂ. അത് ഞാൻ ആവണുള്ളൂ എന്ന് പറയുമ്പോൾ ചെറുതായി കണക്കാക്കിയത് ഐ റെസ്പെക്ട് മണി. ഓക്കെ, 70,000 ആവണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ആ 70,000-നെക്കാളും വലിയ നഷ്ടമല്ലേ നിങ്ങളെ സ്റ്റഡീസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ? ആ സ്റ്റഡി പൂർത്തീകരിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടാണ്, നിങ്ങൾ ഹൈ സാലറി കിട്ടാണ്, അതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തൂടെ? ഉറപ്പല്ലേ? ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് പൈസ ഉണ്ടാകുന്നുള്ള എനിക്കറിയില്ല, ഒന്നും തന്നെ എനിക്കറിയില്ല. പൈസ ഉണ്ടാവോ, സംസാരിക്കാൻ നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നറിയില്ല, ഹസ്ബൻഡിനോട് പറയാനുള്ള പേടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ പിന്നെന്താ, ലോക്കൽ ഏരിയയിലാണ്. അപ്പൊ നമ്മളൊരു സർവന്റ് നോക്കുമ്പോ മറ്റുള്ള വീട്ടുകാര് നമ്മളൊരു പറയല്ലോ അവരങ്ങനെ. നാട്ടുകാര് പറഞ്ഞ് നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പേഴ്സണലി എന്റേത് ഭയങ്കര ഒരു കൈൻഡ് സ്വഭാവം. ഇത് കൈൻഡ്നെസ് അല്ല പറയാം, ഇതിന് കൈൻഡ്നെസ് അല്ല, ഇതിന് പറഞ്ഞ ബൗണ്ടറി ഇല്ലാത്ത തുറന്ന് ഒരു പാടാണ് നിങ്ങൾ. ആർക്കും കേറി വരാവുന്ന മെയ്യാവുന്ന ഒരു പാടാണ്. Is it right? Yes. Until otherwise you don't create a boundary, everyone is going to come there. Yes. Do you agree to that? Are you ready to put that fence for 7 months at least? Of course, inshallah.
0 to 10, how confident are you that you can speak about this to your husband and to your mother-in-law? ആൾക്കാർ പറഞ്ഞു നോക്കണ്ട നിങ്ങളെ ഹസ്ബൻഡ് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങളെ മദറിലോ ഓക്കെ ആണെങ്കിൽ, then you don't have to even bother. Sorry, എന്താ പറഞ്ഞേ? നൈസ് പ്ലാൻ. കേൾക്കില്ല. സർവന്റിനെ വെക്കാം എന്നുള്ളത് നൈസ് പ്ലാനാണ്. സർവന്റിനെ വെക്കാം എന്നുള്ളത് നല്ല പ്ലാനാണ്. ചെയ്തൂടെ? അത് ഒരു സർവന്റിനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 100% നിങ്ങളുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യോ? ഓഫ് കോഴ്സ്. 0 to 10. പിന്നെ എനിക്ക് OCD ഉണ്ട്. അല്ല 0 to 10 അല്ല, ഒരു 0 to 10 എത്ര കോൺഫിഡൻറ്റ് ഒരു സർവന്റിനെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് ചെയ്യുക, സർവന്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണേ, നിങ്ങൾക്ക് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണേ. സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. 0 to 10 എത്ര പെർസെൻറ്റേജ് ഫോക്കസ് ചെയ്യാൻ പറ്റും? 10 means 100% ആണ്. എത്ര ഫോക്കസ് ചെയ്യാൻ പറ്റും? 80%. Okay, 90%. that's beautiful. അങ്ങനെയാണ് നിങ്ങൾ പാസ്സാവും. പാസ്സാവണം. എനിക്ക് ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്മാർട്ട് ആണോ? How is your studies? Are you smart in your studies? Yeah, I'm smart. Then why don't you just block 7 monthsന് വേണ്ടി മാത്രം ബ്ലോക്ക് ചെയ്തുകൂടാ? ഞാൻ പറഞ്ഞ കേൾക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞ ചിലപ്പോൾ വിട്ടിത്തരായിരിക്കും. 7 months ബ്ലോക്ക് ചെയ്താൽ അത് ശരിയാവും? ബ്ലോക്ക് ചെയ്ത് ശരിയാവും. ഒരു ക്ലാരിറ്റി കിട്ടിയോ? ക്ലാരിറ്റി കിട്ടി. ഞാൻ ഈ ഒരു പ്ലാന് ഫാമിലിനായിട്ട് ഡിസ്കസ് ചെയ്യണം. Beautiful. 0 to 10, how clear are you now? 10% clear. Happy? Happy. Thank you very much. Let's move on to the next caller, please. Thank you very much.